അടുത്തൊരു വീഡിയോ ആയിട്ട് അതും വെറും GTA 5 അല്ല, നമ്മുടെ GTA 5 RP ആയിട്ട്. സോ നമ്മുടെ കൂടെ തന്നെ ആക്ച്വലി ടോമും കൂടി ഉണ്ടാവും. ആൻഡ് ടോമിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, സെറ്റാണ് ഇപ്പൊ വരുന്നു പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഉണ്ടാവും. സോ നമ്മളിത് നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കാട്ടോ. നമ്മള് കുറെ നാളായി ടോമിനെ കണ്ടിട്ടേയാ. എന്തായാലും നമ്മളിന്ന് എന്തൊക്കെ വല്ല പരിപാടി ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ടോം എന്തായാലും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ ഓൺ ദ വേ ആണ്. സോ എന്തെങ്കിലുമൊക്കെ പരിപാടി നമുക്ക് സെറ്റ് ആക്കാം. അതിന് വേണ്ടി നമ്മളൊരു വൈനെ കുടിക്കട്ടെ. സോ വീഡിയോ കാണാക്കാര് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യെസ്. ആൻഡ് ഇനിയും മേ ബി ഇങ്ങനത്തെ ഓൺലൈൻ GTA RP വീഡിയോസ് ചിലപ്പോൾ കൂടുതൽ വരുമായിരിക്കും. യെസ്, അതിനായിട്ട് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. സോ ആദ്യം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ടോംസ് ഇവിടെ അടിയിൽ എത്തിണ്ടാവും തോന്നുന്നുണ്ട്. എവിടെ എവിടെ വന്നോ നീ? ഹലോ ഹലോ, വെൽക്കം ബാക്ക്. എടാ ഞാൻ ഇന്നലെ രാത്രിയാണല്ലോ നിന്നെ വിളിച്ചെന്നിട്ട് നീ വന്നത് ഇന്ന് രാത്രിയാണല്ലോടാ. കണ്ടില്ല നീ? കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എന്ത് പരിപാടി? ആളടിച്ചു പോലോ. അല്ലടാ കൊറേ കാലായില്ലോ നീ സിറ്റിന്ന് മാഞ്ഞു പോയില്ലോ. കൊറേ കാലത്തിന് ശേഷം എന്തുണ്ടായി? എന്ത് ചെയ്യാ, കുറച്ച് ആള് ഇവിടുന്ന് മാറി നിക്കേണ്ട ഒരു ആവശ്യം വന്നു, അതുകൊണ്ട് ഇങ്ങ് മാറി നിന്ന്. ലൈഫൊക്കെ സെറ്റ് ആയിരുന്നോളൂ. അതെ 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 അതെ. ഒക്കെ കണ്ടറിയാലോ. വൻ ലുക്കായില്ലോ ആള്. ആളാകെ മാറിപ്പോയി. നമ്മള് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ നടത്തിയ റോബറിയും കാര്യങ്ങളൊക്കെ? ഓർമ്മയുണ്ടോന്നോ? എന്തൊക്കെ റോബറികളല്ല നടത്തിയ. അല്ല പിന്നെ ഓർമ്മിപ്പിക്കല്ലേ ഒന്നു നീ. വിറപ്പിച്ച രണ്ട് ഗുണ്ടകളല്ലേ നമ്മള്. അതെ അതെ അതെ. എന്നിട്ട് ഇവനെ കൊല്ലം മീച്ചുണ്ടോ നോക്കടാ നീ. കയ്യില് വടയം പിടിച്ചിട്ടാ. അയ്യോ സോരടാ, ഇവനൊക്കെ അങ്ങോട്ട് ഓടണ. ഇവനൊക്കെ പേടിയില്ലടാ. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഇപ്പോഴും പേടിക്കടാ. പേടിയിട്ട് വരുന്നു കണ്ടാ. പൈസ എടാ പൈസയുടെ കാര്യം നമുക്കേ എന്തെങ്കിലും റോബറി എന്തെങ്കിലും നിനക്ക് ഐഡിയ ഉണ്ടോ? പ്ലാൻ ഉണ്ടാ? ചെയ്യാൻ വല്ല താല്പര്യം? എനിക്കങ്ങനെ പ്ലാനുകളായിട്ടൊന്നും ഇല്ല. നിനക്കല്ല അങ്ങനെ പ്ലാനിലേക്ക് ഒരു 100 കോടി എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടെ. എനിക്ക് കുറച്ച് അത്യാവശ്യം പൈസക്ക്. 100 കോടിയാ? അക്കൗണ്ടിൽ കിട്ടോ? കോടിക്കൊന്നും കഴിയില്ല നിനക്ക്. അതാ പറഞ്ഞേ പൈസക്ക് ആവശ്യമില്ല നിനക്ക്. പൈസക്ക് ആവശ്യമുണ്ടോന്നോ? പണ്ട് ഞാൻ ഇവിടുന്ന് പോയ ഞാനായിട്ടല്ല തിരിച്ചു വന്നേക്കണേ. പോയപ്പോ എന്റെ കയ്യില് ഒരു 50 കോടി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കയ്യില് 50 രൂപ പോലും ഇല്ല. അത് ശരി. എന്നിട്ടാണ് വല്ല റോബറിക്ക് ആഗ്രഹം ചോദിച്ചപ്പോ ഒരു കുഴപ്പമില്ലാത്ത പോലെ നിന്ന്. പണ്ടത്തെ പോലെ സിറ്റി വിറപ്പിക്കണ്ടേ നമുക്ക്? പോലീസ് പണ്ടത്തെ ഓർമ്മ ഒന്ന് പെടുന്നു. പോലീസ് വണ്ടി മാറിക്കാണോ? അതെ, എന്നാ നമുക്ക് കുറച്ച് കണ്ണൊക്കെ സെറ്റ് ആക്കിട്ടെ ഇവിടെയുള്ള ബാങ്ക് അങ്ങോട്ട് മോഷിക്കാണ്. ഏത് ബാങ്ക് മോഷിച്ചാൽ തുടങ്ങാം. പിന്നെ അങ്ങനെ തുടങ്ങി ഇത് കിട്ടിക്കോളൂല്ലോ. എടുത്തോക്കെ വണ്ടി എടുത്തോ. വണ്ടിയൊക്കെ വാങ്ങിയത് അതിന്റെ ഇടയ്ക്ക് സെറ്റപ്പ് ആയില്ലോ. വണ്ടി അടിച്ച പറ്റുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അത് ശരിയാ. അടുത്തുള്ളൊരു മുനാശിലേക്ക് അങ്ങ് വിട്ടോ, ഒന്നും നോക്കാനില്ല. അടുത്തല്ലേ? തൊട്ടടുത്ത് നേരെ പൊക്കോ അവിടെ ഉണ്ട്. സിറ്റിയുടെ വഴിയൊക്കെ മറന്നില്ല നീ ഇവിടുന്ന് പോയതിനു ശേഷം? അതെ അതെ, എന്റെ വഴിയാണെങ്കിൽ ഇപ്പൊ കാണാനും ഇല്ല. നേരെ പൊക്കോ ഇങ്ങടല്ല, നേരെ ഞാൻ പറയാം, നേരെ പൊക്കോ. നമ്മള് ഫുൾ വഴി ഇപ്പോഴും ഓർമ്മയുണ്ടോ? നമ്മൾ ഈ സിറ്റിയിൽ തെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ? റൈറ്റ് വേണ്ട കണ്ണും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കോ. ലെഫ്റ്റ് വേണ്ടൊക്കെ വാങ്ങിക്കോ. വേണ്ട അത്ര മാസം വേണ്ട. അത്ര മാസമായ അവിടെ ഉള്ള നമ്മളെ വെടി വെച്ച് കൊല്ലും. അങ്ങനെ പ്രശ്നമുണ്ട്. എല്ലായിടത്തും ഉള്ള പൈസക്കൊക്കെ വാങ്ങടാ. കടം പറയും. ഇത് കഴിഞ്ഞ് ഞാൻ കട ഇട്ട് തിരിച്ചു കൊടുക്കാന്ന് പറ. ഫ്രീ അതാണ്. എല്ലാണ്ടാ ഇപ്പൊ സിറ്റിയൊക്കെ ആകെ മാറിയില്ലേ? നമ്മളുള്ള പോലെ ഇല്ലല്ലോ. കുറച്ച് ബോംബ് വാങ്ങിയാ ചെയ്യാം. വലിയ കുണ്ടകളൊക്കെ എത്തി. നമ്മളെക്കാൾ വലിയ കുണ്ടകള് സിറ്റിയിലുണ്ട്. അപ്പോഴാണ് കുണ്ടകള്. ഫ്രീ ഉള്ളതൊന്നും ഞാൻ വെറുതെ കിടന്നില്ല, എല്ലാം മേടിച്ചു വെക്കുന്നുണ്ട്. ഫ്രീ ഉള്ളതും ഫ്രീ ഇല്ലാത്തൊക്കെ എടുത്തോ. എല്ലായിടത്തുള്ള പൈസ എന്റെ ഇല്ല. ഇല്ലെങ്കിൽ കടം പറയടാ. ഇത് ബാങ്ക് റോബറിക്ക് പോവാന്ന് പറഞ്ഞാൽ മതി, ആള് ഫ്രീ ആയിട്ട് തരും. പിന്നെ റോബറി കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി. കയ്യിൽ എത്ര രൂപയാ നമ്മുടെ കയ്യില് വരാൻ പോണേ? ഇവനൊക്കെ എന്തിട്ട് അറിയാം. അതാണ്
എടാ പിന്നെ ബാങ്ക് റോബറിക്ക് ഇപ്പൊ പഴയ പോലെ അല്ലടാ, ഗണ്ണും കാര്യവും മാത്രം പോരാ, കുറച്ച് എക്സ്ട്രാ സംഭവം വേണം ഹാക്കിങ്ങിനൊക്കെ ഉള്ളത്. ഹാക്കിങ്ങിനാ? ഹാക്ക് ചെയ്യണം. അത് വന്നില്ല, അതൊന്നും എന്റെ കയ്യിലില്ല. വന്നോ സാധനം എടുത്തിട്ട് വണ്ടി കയറി നമുക്ക് ലെസ്സറിനെ ഒന്ന് മീറ്റ് ചെയ്യണം. അറിയാലോ ഗണ്ണ് വാങ്ങാൻ പറ്റുമല്ലേ, നമ്മളോട് ചൂടാവണം. ലെസ്സറിന്റെ അടുത്തോട്ട് അങ്ങ് പോവാടാ. ഓക്കെ, നേരെ ലെസ്റ്ററെ കാണുന്നു, സാധനം മേടിക്കുന്നു, റോബറി. അതെ, ലെസ്സർ സംഭവം തരുന്നാണ് തോന്നുന്നത്. അവന്റെ കയ്യിൽ എന്തെങ്കിലും ഹാക്കിങ്ങിനുള്ള കുറച്ച് സംഭവങ്ങളും പിന്നെ ഐറ്റംസ് ഒക്കെ അങ്ങ് മേടിക്കാളായിരുന്നു. അതെ, അവനിപ്പോഴും പഴയ ആൾക്കാരെ പറ്റി ജീവിക്കണ സെയിം ജോലി തന്നെ, വേറൊരു പണി. അതെ, അവനത് അതിനിപ്പോഴും പണി. ലെസ്സറിന്റെ വീടെത്തി സെറ്റാണ്. പുള്ളി ഇവിടെ ഉണ്ടാവൂലെന്നറിയില്ല, പക്ഷെ ലെസ്സർ നമുക്ക് ഹാക്കിംഗ് സാധനം തരാൻ ചാൻസ് ഇല്ലടാ, നമുക്ക് എടുത്തോണ്ട് പോവാ, അതാ നല്ലത്. പുള്ളിക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. നമുക്കല്ലേലും എങ്ങനെ പുള്ളി ഡോറടച്ചേക്കിയ പണിവാളി, ചോദിച്ചെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ബാക്കിലെ പുള്ളി എടുത്തു വെക്കണ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് ബാക്ക് ഡോർ വഴി കയറാടാ, കുഴപ്പമൊന്നുമില്ല. ഈ വഴി കയറിയിട്ട് സാധനം എടുക്കാല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, കയറി എടുത്തിട്ട് വരാം. എടാ സെറ്റായി, സാധനം കിട്ടി. വീട്ടിലുള്ള എടാ അത് പട്ടിയൊന്നല്ലടാ, ഇവന്റെ പരിപാടിയല്ല, ഇതൊക്കെ വെറും ഫേക്കായി വരെ. ഇവിടെ പട്ടി പോയിട്ട് തേങ്ങയില്ല. പിന്നല്ലാണ്ട് എടാ ലെസ്സർ അതല്ലേ, പട്ടിയുടെ സൗണ്ട് ചുമ്മാ പറ്റില്ല. വെറുതെ റേഡിയോ നമ്മള് നൈസായിട്ട് കയറിട്ടാ. പക്ഷെ ഒരു കാര്യണ്ട്, സാധനം മൊത്തം എടുത്ത് ലെസ്സറിന്റെ കയ്യിലൊരു സംഭവം ഉണ്ട്, അതായത് ബാങ്ക് റോബർ ചെയ്തിട്ട് ഏത് വഴി പോണം എന്നുള്ള എല്ലാ വഴിയും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആ വഴി തന്നെ പോവാൻ ചു. നേരെ അങ്ങോട്ട് പെട്ടച്ചോ, നമ്മൾ ബാങ്കിൽ കയറുന്നു, അടിച്ചു മാറ്റുന്നു. എടാ പക്ഷേ നമുക്ക് ഇപ്പൊ ഈ ബൈക്ക് വേണ്ട. ഇതല്ലാണ്ട് ലെസ്സർ എഴുതി വെച്ചാൽ ലിസ്റ്റിലൊരു കാര്യമുണ്ട്, നമുക്ക് രണ്ട് ബൈക്ക് വേണം, ഗെറ്റ് അവേ മനസ്സിലായി, ഓടിപ്പോവാൻ. അല്ലാണ്ട് നമ്മുടെ കാറിൽ തന്നെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് നമ്മളെ തൂക്കും. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് സെറ്റ് ആക്കണം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് ബൈക്ക് പരിപാടി സെറ്റ് ആക്കും, ഞാൻ പോയിട്ട് നമുക്ക് വേണ്ട കാറ് പരിപാടിയൊക്കെ സെറ്റ് ആക്കും. ഓക്കെ, എന്നിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പൊ അവിടെ കാണാം. ശരി. വണ്ടി സെറ്റ് ആക്കി. ഇതാണ് വണ്ടി. നമ്മള് വെറും ഒരു വണ്ടിയല്ല, കണ്ടില്ലേ? കണ്ട അതൊക്കെ അത്രേ ഉള്ളൂ. എടാ ജീവാഗണാ പാപ്പിളി വണ്ടി. ജീവാഗന എപ്പോഴാണ് ഡയമണ്ടിന്റെ ചിഹ്നമൊക്കെ? ജീവാഗണ ഇവിടെ നമ്മള് ഫ്രണ്ടിനോട് കണ്ടേ, നമ്മുടെ പഴയൊരു ഇതുണ്ടായിരുന്നു ബലോറോ, അതെടുത്തിട്ട് ജീവാഗന നോക്കി. അന്ന് നോക്കിയില്ലേ? ഓട് വണ്ടി കിട്ടില്ലേ? ഞാൻ കിട്ടില്ല, വണ്ടി അപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ അല്ല, നീ നമ്മുടെ ബൈക്ക് പരിപാടിയൊക്കെ സെറ്റ് ആക്കിയില്ലേ? നമ്മുടെ ഗെറ്റവേ രക്ഷപ്പെടാനുള്ള എല്ലാം സെറ്റാണ്. ഞാൻ എല്ലാം അപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ ചെല്ല, ബാഗിൽ നിന്ന് സാധനങ്ങൾ കയറ്റാം. ബാഗിൽ നിന്ന് അങ്ങനെ സാധനം ഇതാക്കി അങ്ങ് പെട്ടെന്ന് അങ്ങ് പോകാനൊന്നും പറ്റില്ലാട്ടാ. പോലീസ് വരും, അറിയാലോ? പോലീസിനൊക്കെ നമ്മൾ എത്ര കണ്ടു. അത് ശരിയാണ്, പോലീസിനെ കണ്ടുണ്ട്. പക്ഷെ കൊറേ കാലം ഇല്ലാടാ ഇവിടെ നിർത്താൻ നമുക്ക്. ഇപ്പൊ കണ്ണൊന്നും എടുക്കണ്ട. ഇപ്പൊ നമ്മള് ബാങ്കിൽ പൈസ ഇല്ലാണ്ട് ബാങ്ക് പൈസ കണ്ണെടുത്ത് വെക്കണ. ഇപ്പൊ നമ്മള് ബാങ്കിലെ സാധാരണക്കാരൻ, മനസ്സിലായില്ലേ? മറ്റേ ATM പൈസ എടുക്കാൻ വേണ്ടി പോകുന്നതല്ലേ? അതന്നെ. ഓർമ്മയുണ്ട്. ഓക്കെ, ഇനി കണ്ണെടുത്തോ. കണ്ണെടുത്തില്ലേ ആൾക്കാർ പേടിയുണ്ടാവില്ല. ആരുമില്ല ബാങ്കില്. ആൾക്കാരെ വിളിച്ച് ആരും ഇറങ്ങരുത്, നമ്മൾ ബാങ്ക് കൊള്ളടിക്കാൻ വന്നവരാണ്. എല്ലാം വീട് വെച്ചിട്ടോ, നശിപ്പിച്ചോ. അവനെ കൊന്നാ നീ? ഇല്ല. ഹാക്കി അറിയോ? പിന്നെ അറിയോ? ചെയ്തോ. ഈ ഡോർ നീ ആക്കിയതോ, അടുത്ത ഡോർ ഞാൻ ചെയ്യാം. ആരും മനങ്ങരുത്, നമ്മൾ ഈ ബാങ്ക് അടക്കം എല്ലാം നശിപ്പിക്കും. അല്ലെങ്കിൽ നിനക്കറിയാലോ. ചീ എന്റെ കണ്ണിന്റെ ഉണ്ടെന്ന് നിന്റെ തലേ കയറിയതാ. പകുതി അൽത്താണ്ട് നിനക്ക്. ചീടാ കഷ്ടപ്പെട്ട് നമ്മുടെ ലെസ്സറിന്റെ അടുത്ത് നിന്ന് മോഷിച്ചു കൊടുന്ന പോരാ. കണ്ണു പിടിക്കില്ല. പോലീസ് വരും. നീ ചെയ്യ്. ഓപ്പണായി. ഇത് ഞാൻ ചെയ്തോളാം. സെറ്റ്. ലെസ്സറിനെ കഷ്ടപ്പെട്ടു അനങ്ങല്ലെന്ന് പറയാനോടും
എടാ ഇതിനോടെല്ലാം ഓർഡർ അടിച്ചു ഇത് കുറച്ച് സീനാണല്ലോ. ഇതെന്ത് സാധനം ഇത്? പിന്നെ എനിക്ക് കിട്ടിയ സാധനം കിട്ടാതെ എനിക്ക് തന്നെ കണ്ണ് പിടുത്തോണ്ടായില്ല. ഇത് അതന്നെ എല്ലാവർക്കും എന്താണ് തന്നെയാ. മെസ്സി? എടാ ലെസ്റ്റർ നമുക്ക് പണി തന്നാണോ ഈ സാധനം ഇനി? ഏതോ പണ്ടത്തെ ജാബാറ്റ് 45 സെക്കൻഡില് ഇത് ഹാക്ക് ചെയ്ത് പിടിക്കണത്. എങ്ങനെ ഇത് പറ്റണത്? ഞാനിപ്പോ ഇതൊക്കെ നശിപ്പിച്ചിരിക്കില്ല. നശിപ്പിച്ചോ, അവരെ കൊണ്ട് പിടിപ്പിക്കല്ലേടാ നമ്മൾ. ഇത് ഇങ്ങനെ സംഭവിച്ചില്ലേട്ടാ. ഇത് ഈ ഹാക്ക് ചെയ്യാൻ പറയുന്ന സംഭവിച്ചില്ല. കണ്ടുപിടിക്കാതെ നമ്പേഴ്സ് ആണോ? അതന്നെ ഒരു നമ്പർ അങ്ങ് സെറ്റ് ആക്കണം. അങ്ങനെ ഒരു നമ്പർ ഇല്ലാട്ടാ, ഞാൻ സത്യം പറയാ. ഹാക്കായില്ലാടാ, പണിപാളി. ഒന്നുകൂടി ഹാക്കിയാണെന്ന് തോന്നുട്ടാ. പണിപാളി ടൈം കഴിഞ്ഞാ ഒന്നുകൂടി ചേട്ടാ. വേണ്ട, ആൾക്കാരെ പിടിച്ചു നിർത്തിയാ മതി. ആൾക്കാരെ അവിടുന്ന് ഇതാക്കാണ്ട് നിർത്തിയാ മതി. ഞാൻ ഇപ്പൊ എല്ലാം സെറ്റാക്കി തരാം. ഓ നമ്പർ മാറിയാ ലൈറ്റ് ഒക്കെ പൊട്ടിച്ചമാര് പേടിപ്പിച്ചോണ്ടിരിക്കുക. സെറ്റ് നീ അങ്ങനെ ചെയ്യും. പേടിപ്പിക്കലാരും. ഈ നമ്പർ മാറിക്കൊണ്ടിരിക്കണോടാ. ഞാൻ തന്നെ ഹാക്ക് സ്പെഷ്യലിസ്റ്റ് തന്നെ വരേണ്ടി വരുന്ന തോന്നണേ. ആര് ഹാക്ക് സ്പെഷ്യലിസ്റ്റ്? പോലീസ് പോലീസ് വന്നാ പണിപാളി. കിട്ടി ഹാക്ക് ചെയ്തു. പോലീസ് പുറത്തുണ്ട് കേട്ടാ, പോലീസ് പുറത്തുണ്ട്. എടാ ഇത് എളുപ്പ പരിപാടിയാണോ? ഇതും ചെയ്യണം. ഇത് നീ ചെയ്തോ. ഇത് ഈസിയല്ലേ? ഇത് ഈസിയല്ലേ? അത് ഈസി തന്നെയാടാ. അത് ഈസിയാ. പോലീസ് വരണ്ടി ഞാൻ നോക്കിയോളാം. ആടാ പോലീസാ മാറാ. എല്ലാത്തിനും ഇവിടെ തെറ്റിച്ചാ ക്യാമറ അടിച്ച് പൊട്ടിച്ചേരാ. ഞാൻ എല്ലാ ക്യാമറ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. നീ സെറ്റാക്കി. പോലീസ് വന്നു നട്ടതാണേ. തുറക്ക്. എന്റെ അമ്മേ, വാരിക്കോ പൈസ വാരിക്കോ. എല്ലാം വാ. ലൂട്ടി. ക്യാഷ് പറക്കിട്ടോ. ഞാനും വരാം. നീ ഒന്ന് മാറിയടാ. വാരിട്ടോ, ഞാൻ എടുക്കട്ടെ. മതി ഞാൻ വരാം. വേറെ വരാനൊന്നുമില്ല. കുറച്ച് വരണ്ടടാ, എല്ലാരും വരണ്ടേത്. നീ മാത്രം വണ്ടിയുടെ വാടക കൊടുക്കണം. ബലോറന്റെ എടുത്ത ബലോറന്റെ വാടക അല്ലാണ്ട് കഴിഞ്ഞടാ. ഇനി ആ റൂട്ട് നീ പറഞ്ഞ റൂട്ട് സെറ്റ് ആക്കില്ലേ? പിന്നല്ലേ എടാ പോലീസ് ഉണ്ടാവും. എല്ലാരും തട്ടണ്ട്. എടാ പോലീസ് വന്നു. എന്റെ അമ്മേ, പോലീസ് വന്നു. എല്ലാത്തിനും കൊല്ലു. എന്നെ കൊല്ലല്ലേ. അടിപൊളി. ഇനി അറിയല്ലേ. ഓടിക്കോ. ഗേറ്റ് വേ റൂട്ടിക്ക് ഓടിക്കോ. കൊല്ലാൻ പറ്റുന്നവരെയൊക്കെ കൊന്നു. ചാവട പന്നികളെ. ഓടിക്കോ. ഈ വഴി ലെസ്റ്റർ പറഞ്ഞ വഴി. ഈ വണ്ടി എവിടെ വെച്ചാ? ഈ വഴിയല്ല, കുറച്ച് ഓടാണ്ട്. അയ്യോ വഴി മാറി. പോലീസ് വെടി വെക്കണേ. 6 ആയിട്ട് ഓടിക്കോ. അങ്ങനെയല്ല ലെസ്റ്റർ പറഞ്ഞേക്കണ എന്നോട്. അങ്ങനെ ഓടി കഴിഞ്ഞാൽ വെടി കൂടില്ല. അങ്ങനെയൊന്നും ഓടി കളിക്കാനൊന്നും പറ്റില്ല. നീ ബൈക്ക് സെറ്റാക്കില്ലേ? ബൈക്ക് എടുത്ത് ഓട്. അത്രേ ഉള്ളൂട്ടാ, വേറൊന്നുമില്ല. ബൈക്കിന്റെ അടുത്തെത്തി. നീ ബാങ്കിന്റെ സൈഡിൽ അങ്ങനെ വെച്ചാ പോരായിരുന്നില്ല ബൈക്ക്. പക്ഷേ ലെക്ചർ പറഞ്ഞോണ്ട് ഇത്ര ദൂരത്ത് വെക്കണമെന്ന്. ഇതേ പണിയാ. അമ്മേ ഇതിലെന്നെ ഞാൻ തോന്നാണ്. വെച്ചിട്ടല്ലേ? നീ ഒരു ബൈക്ക് എടുത്തോ. എടാ നമുക്കല്ലാണ്ട് ഒരു ബൈക്കിൽ പോകാൻ പറ്റില്ലേ? ചെലപ്പോ പറ്റും. നീ ഇറങ്ങി നോക്കണം. വേഗം കയറണോ? വേഗം കയറ്. ഇതിന് കയറാൻ പറ്റുമോ? മതി. വെടിവെക്കാളൊക്കെ വെടിവെച്ചാട്ടാ. ബോംബും എല്ലാട്ടാ. മതി. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ബൈക്ക് എടുക്കണില്ലോടെ. ഏത് ബൈക്കാ? എത്ര രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്ത നീ? 150 രൂപ ഒരു സബൂസി. എഞ്ചിനൊന്നും ബൈക്കിന്. എന്റെ അമ്മയെ സത്യത്തിന് പോലീസിനൊക്കെ വെടിവെച്ചോട്ടാ. ഒന്നും നോക്കണ്ട. ഞാൻ വണ്ടി ഓടിച്ചോളാം. നീ വെടിവെച്ചാ മതി. ഞാനല്ലല്ലോ, നീയല്ലേ കൊണ്ടുപോടെ. ഞാനല്ല, ആൾക്കാരോട് പറഞ്ഞ കൊല്ലല്ലേന്ന്. ഇവനൊക്കെ ആരുടെ നമ്മളെ ഈ വണ്ടിക്ക് സ്പീഡിന്റെ അതുകൊണ്ട് പിന്നെന്ന് വന്നിട്ട് ഇടിക്കണു. അത് ഫ്രാങ്ക്ലിന്റെ വണ്ടിയല്ലേ ഇത്? അത് വേറെ ആരടിച്ചു മാറ്റിയതാന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിനാവും നമ്മളെ കണ്ടിട്ട് ഇടിച്ചേടാ. പോലീസിന്റെ കൂട്ടം ബോംബെടുത്ത് കൈ പിടിച്ചോ. പോലീസിന്റെ കൂട്ടത്തിലോട്ട് പോയത്
ആ. ഞാൻ കുറച്ച് എടാ, നിന്റെ കയ്യില് ബോംബല്ലല്ലോ. ബോംബല്ല, മറ്റേ ഗ്രനേഡ് ലോഞ്ചറാ. ഓ അത് അത് ഈ ചെന്ന് ബൈക്ക് ഇടിച്ച് കഴിഞ്ഞാൽ വെച്ച് ഇന്നലെ ഇത് കൊറേ ദൂരം എത്തൂല. ഇത് നമ്മളല്ല ലെക്ചർ തെറ്റി വെച്ചാണ് റൂട്ട്. ഈ റൂട്ട് തന്നെ പോണെന്ന് പറഞ്ഞേക്കണേ. എന്ത് തേങ്ങത് ലെക്ചർ വല്ല ഞാൻ ഊടും പോയി എടുത്തൂടാ നൈസായിട്ട്. കുറച്ചൊക്കെ ലെക്ചർ പറയണ്ട. അയ്യോ കാര്യണ്ട് ഇപ്പൊ പോയേരെ. എടാ, ബൈക്കൊക്കെ നമ്മൾ കൊറേ കണ്ടിട്ടില്ലടാ. നമ്മക്ക് പേടി ഒരു ശീലമായി കൊണ്ട് പോയി നാട്ടുകാരേക്ക് പിടിക്കും. അങ്ങനെ കണ്ടിട്ടവരൊന്നും വെടിവെക്കല്ലേ, പാവങ്ങളൊന്നും ഇല്ല വെടിവെക്കല്ലേ. ആരും കൊല്ലൂലേ, പോലീസൊന്നും കാണാലാട്ടാ. ഈ ക്ഷീണൊന്ന് മാറണം. ഈ ബാങ്ക് ഒന്ന് റോബിയുമ്പോൾ ക്ഷീണേ കുറെ നാൾക്ക് ശേഷം. അതെ, പോലീസ് അവിടെ നിന്നോട്ടെ. നമ്മള് എണ്ണിയോടാ നീ വാരിപ്പോ. ഭാര്യക്ക് എണ്ണിയില്ല, എത്ര ഉണ്ടെന്നും ഞാൻ എണ്ണിയില്ല. നേരെ എടുത്തു. കുറച്ചുകൂടി വരേണ്ടതായിരുന്നു. ഷെയർ കൂടുതലൊന്നും ഉണ്ടായില്ലേ. ഷെയർ എനിക്ക് കിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. കൂടുതലാ അല്ല, നീ കുറച്ചധികം നേരം നിന്ന് വാരി. ഞാൻ അധികം വാരിയിട്ടില്ല. ഇല്ല, അത് ഞാൻ ആസ്വദിച്ചേ വരുള്ളൂ. അതാ സംഭവം. റൂട്ടിട്ട് വെച്ചാണ് അപ്പുറത്തെ ലോകത്താണ്. എവിടെ കുറച്ച് പോവാണ്ട്. എടാ വീണ് കഴിഞ്ഞാ നേരെ ബൈക്കിൽ കയറിക്കോട്ടാ. ഒന്നും ചെയ്യാനില്ല, നേരെ പോവാ. തന്നെ ബൈക്ക് ഒറ്റയ്ക്ക് എടുത്ത് പോവാതിരുന്നാ മതി. ഞാൻ അങ്ങനെ ചെയ്യടാ. ഇവനൊക്കെ മാനൊക്കെ വട്ടം വന്നിക്കണ്. എന്തിനാണ് പോലീസിനായിട്ട് എല്ലാരും പോലീസിനായിട്ട് സപ്പോർട്ട്. എടാ നീ ചത്തല്ലേ? ഇല്ല, അവര് വെടിവെച്ചത്. എടാ നീയാളെ പാവങ്ങളൊക്കെ കൊല്ലണേ. അത് ഞാനാ ചുമ്മാരി ചുമ്മാരി കൊല്ല. ഇനി പോലീസ് വഴിയിലുണ്ട്. മാനൊക്കെ പിടിച്ചോണ്ടാണ് ഞാൻ പേടിക്കണ്ട. തിരിച്ചു വന്നിട്ട് മാനർച്ചായിരുന്നു. എല്ലാത്തിനും കൊന്നു, ഒന്നും നോക്കിയില്ലേ. ലെഫ്റ്റ്. ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മളെ പോലീസ് പിടിക്കില്ലാന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കില്ലല്ലോ. അറിയാലോ. അപ്പൊ നീ മറന്നിട്ടില്ലേ അല്ലെ? പണ്ടത്തേക്കൊന്നും മറന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്ക് മറക്കാനാ നീ എന്തൊട്ട പറയണ? നീ പെട്ടച്ച നീ വഴി ഇനിയുണ്ട് കേട്ടോ, കുറച്ച് ദൂരം ഉണ്ട്. കാനയോ ഞാനേ ബോംബൊക്കെ ഇടണുണ്ട്. ആരും വഴിയില്ല ഈ വഴിയൊന്നും. ഈ വഴി ഇപ്പൊ പൊട്ടിക്കല്ലേട്ടാ, ഇപ്പൊ പൊട്ടിക്കല്ലേ. പൊട്ടിച്ചല്ലോ. എന്താ പൊട്ടിയില്ലല്ലോ, ശരിയാണല്ലോ. ഈ വഴി പോവാനാ പറഞ്ഞല്ലേ. എന്റെ മുമ്പ് വർക്കില്ലേട്ടാ. ചെലപ്പോ ഇതായിണ്ടാവില്ലടാ, റിമോട്ടിന്റെ കണക്ഷൻ പോയിണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ. ടണലിന്റെ ഉള്ളിലായതുകൊണ്ടായിരിക്കും. അതന്നെ, റിമോട്ടിന്റെ കണക്ഷൻ പോയില്ലേ, ഫോൺ സിഗ്നൽ ഒക്കെ പോണ പോലെ അതാവും. എന്തോ ഉദ്ദേശം എന്താ ലെസ്റ്ററിന്റെ അവിടെ പോയിട്ട്? അവിടെ പോയിട്ടൊന്നുമില്ല. ഉയരത്തിലോട്ട് പോവാ, അത്രേ ഉള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. എല്ലാത്തിനെയും പിടിച്ചിട്ട് ഞാൻ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. ചിലപ്പോ സൗണ്ട് കേട്ട് ഇങ്ങടേക്ക് വന്നാലോ. ഇനിയിപ്പോ ആരും വരില്ലായിരിക്കും. സേഫാന്ന് പറഞ്ഞ ഇവിടെ ആരും കാണാനില്ല. അയ്യോ പോലീസ്! എടാ 3 സ്റ്റാർ ടീം വന്നാ? ഇല്ല, അവര് വന്നല്ലോ ഓൾറെഡി. അങ്ങനെ വന്നതാ. അല്ലല്ല അങ്ങനെയല്ല, നീ വെടി വെച്ചു. ഞാൻ ഉണ്ടോ? അവര് പിന്നെ നമ്മള് വെടിവെച്ചാ നമ്മള് തിരിച്ചു വെടിവെക്കും. അയ്യോ ഓടാ, അപ്പുറത്ത് ആ കടമിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറയണു. പക്ഷെ നീ ഒന്നും ചെയ്യല്ല, പോലീസ് വന്നു. ഞാനൊന്നും ചെയ്യല. രണ്ടാളും ചത്ത്, നീ ചത്താ? ഓർമ്മകൾ പോയി മറഞ്ഞു. ഞാനിവിടെ എഴുതിയിട്ടിരിക്ക. ഇല്ല, ഒന്ന് ബോധം കെട്ടതാ, വെള്ളത്തിലുണ്ട്. മാസില ഇനി എവിടത്തെ എങ്ങനെ പോവും? പോലീസിനെ കൊന്ന അങ്ങനെ അങ്ങോട്ട് പോണം. ഈ വണ്ടി എടുത്തോണം. ഇവരെ കൊല്ലണം, ഇവരെ കൊന്ന് ഈ വണ്ടി എടുക്കണം. വാ കേറ്. പോലീസ് പോട്ടെ. അയ്യോ കേറില്ല. ഇയാള് പോലീസാന്ന് വിചാരിച്ചോട്ടടാ, കബളിപ്പിക്കാനുള്ള പരിപാടിയല്ലേ. പോലീസ് ഉണ്ട്, അതൊന്നും നോക്കണ്ട ഒരു വെടി വെക്കണ്ട. അടി പടക്കല്ലേ ചെറുവരാ പറഞ്ഞാണ് ഈ വെള്ളത്തിക്ക്. കഴിഞ്ഞ് രക്ഷപ്പെട്ടു. എങ്ങനെയാന്ന് അറിയണ്ട, നമ്മള് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതെ, സാധനം കിട്ടി. എത്ര രൂപ കിട്ടി നിനക്ക്? 22,000 കോടിയല്ലേ? 22,000. ഒന്നുമില്ല, 0 പൈസ അത്ര ആക്കിയില്ലേ ഞാൻ. പോരെ, അതത്രേ ഉള്ളൂ, അത് മതി, ധാരാളം. അങ്ങനെ ഫൈനലി കൊറേ നാൾക്ക് ശേഷം നമ്മള് ബാങ്ക് റോബറി ഒക്കെ കഴിഞ്ഞു. ഇനി എന്ത് പേടിക്കണം? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വണ്ടി എടുത്തോ, ഈ
വണ്ടി മോഷിക്കാൻ ആരെ വണ്ടിയാണോ ഇനിയിപ്പോ കണ്ടത് കേട്ടതൊക്കെ എടുത്തിട്ട് പോവാ നമുക്ക് ഇത് നോക്കണ്ട. പിന്നെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കുറെ നാൾക്ക് ശേഷം വണ്ടി അല്ല ഇപ്പോഴൊരു റിഫ്രഷ്മെന്റ് അല്ലെ അല്ലെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ തിരിച്ചാ ഇതിലോട്ട് വന്നു. ഇനിയും കുറച്ച് വണ്ടികൾ മോഷിക്കാം. എത്തി. അതെ വണ്ടി കിണ്ടി എല്ലാം ഇനിയിപ്പോ മോഷണവും ഹൈസ്റ്റും ഒക്കെ നമുക്കൊരു കുത്തിരിയല്ല. നമ്മളെല്ലാം നമ്മൾ ഓരോ ദിവസം ഓരോന്നങ്ങ് ചെയ്തേക്കാം. അത്രേ ഉള്ളൂ. ഇത് എന്തായാലും സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ ടോം ഉണ്ട്. സോ ടോമിന്റെ ചാനൽ നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്യുക. ടോമും വീഡിയോ ഇടുമായിരിക്കും. ഇല്ലടാ വീഡിയോ പിന്നെ ടോം വീഡിയോ ഇടുന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ എന്തായാലും ടോം ഈസ് ബാക്ക്. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു കണ്ടന്റ് ആയിട്ട് വരാം. പിന്നെ നമ്മുടെ റോബ്ലോക്സ് ചാനലിലും ടോമിന്റെ കൂടെ ഒരു കണ്ടന്റ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് വിട്ടോ. ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ബൈ.